ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. ഇന്ന് സ്ത്രീകളെ ദിന അമ്മച്ചിക്ക് പണ്ട് നല്ല ജീവിതമായിരുന്നു. ഞാൻ സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ അഭിമാനമാണ്. പെൺപിള്ളേർക്ക് കുറച്ചൊരു ഫ്രീഡം കൊടുക്കാം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8 ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുകയാണ്. ഇന്ന് അവർക്ക് ജോലിസ്ഥലത്ത് നിന്നും അവർ എവിടെയാണോ അവർക്ക് ഇന്ന് കിട്ടുന്ന ഒരു ആദരവ് ഈ 365 ദിവസം അവർക്ക് കിട്ടേണ്ടതാണ്. ഒരു സ്ത്രീ മകളായും അമ്മയായും ഭാര്യയായും സഹോദരിയായും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ചില സമയത്ത് അവർക്ക് റെസ്പെക്റ്റ് കിട്ടാറില്ല. എന്നാൽ ചില സ്ഥാനങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഇന്ന് പോരാടി നേടിയ ഒരു ദിവസമാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1977 ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. നിരവധി മേഖലകളിൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടം കൂടിയാണ് ഈ ഒരു ദിവസത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അവരെ ആദരിക്കുകയാണ് ഈ ദിവസത്തിൽ വേണ്ടത്. ഇന്നത്തെ വുമൻസ് ഡേനെ കുറിച്ച് നമുക്ക് അവരോട് ചോദിച്ചറിയാം. ചേച്ചി, ഹാപ്പി വുമൻസ് ഡേ. അപ്പോൾ ചേച്ചീൻ്റെ പേരെന്താ? ശശികല. ചേച്ചി എത്ര വർഷമായി ഇവിടെ ജോലി തുടങ്ങിയിട്ട്? 20 20 വർഷമായി. ചേച്ചീൻ്റെ വീട് എവിടെയാ? പുത്തൂര്. പണ്ടത്തെ ജീവിതമാണോ ഇപ്പോഴത്തെ ജീവിതമാണോ ഏറ്റവും നന്നായിട്ട് തോന്നുന്നത്? ഇപ്പം കഷ്ടകാലമായിരിക്കും. ഇപ്പോൾ കഷ്ടകാലം. ഇപ്പോൾ എനിക്ക് അപകടമാണ്, സുഖമില്ലാതെ ഇരിക്കുന്നവളാണ്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവളാണ്. പണ്ട് എങ്ങനെയായിരുന്നു? പണ്ട് നല്ല ജീവിതമായിരുന്നു, സുഖമായ ജീവിതമായിരുന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ മോനുണ്ടായിരുന്നു, മോൻ മരിച്ചുപോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ജീവിതത്തിൽ. ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. ചേച്ചീൻ്റെ പേരെന്താ? സുമ. ചേച്ചീൻ്റെ വീട് എവിടെയാ? വുമൻസ് ഡേനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയുന്നത്? ഞാനെന്താ പറഞ്ഞു? എന്നാലും എന്തേലും കൂടെ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. ഞാനങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ സംഭവത്തില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ല, എനിക്കറിയില്ല. എന്നാലും ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമല്ലേ? അതിക്രമിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എന്താ അവർക്ക് സുരക്ഷ ഇല്ലാത്തതിൻ്റെ ആണോ, അതോ സ്ത്രീകളെടുത്ത് വരുന്ന തെറ്റാണോ, അതോ മറ്റുള്ളവരെടുത്ത് വരുന്ന തെറ്റാണോ ഇങ്ങനെ അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരാൻ? ഇല്ലാത്ത ഒരു കാരണം തന്നെ. ഒരു സ്ത്രീ എന്ന നിലയിൽ ചേച്ചി വിജയിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ. പിന്നെ നമ്മുടെ എല്ലാ വിജയമുണ്ട്, തോൽവിയുണ്ട്, അതെല്ലാം ഉണ്ട്. ഇപ്പോൾ ചേച്ചീൻ്റെ ലൈഫ് എങ്ങനെയാണ്? ഹാപ്പിയാണോ? ഹാപ്പി ആയിട്ട് പോകുന്നു. ഈ കട ചേച്ചി നടത്തുന്നതാ? അല്ലല്ല, ഞാൻ സ്റ്റാഫാണ്. മാഡം, ഹാപ്പി വുമൻസ് ഡേ. ഹാപ്പി വുമൻസ് ഡേ. മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ജുമൈല എന്നാണ്. ഞാൻ ASI ആയിട്ട് ഇവിടെ ജോലി നോക്കുകയാണ്. അപ്പോൾ 8 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലായിരുന്നു. പൂയപ്പള്ളി. വീട് എവിടെയാണ്? എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര. മാഡത്തിന് വുമൻസ് ഡേ ആയിട്ട് ഇന്നെന്താ പറയാനുള്ളത്? ഇന്നലെ രാത്രിയിൽ സാറ് വിളിച്ച് പറഞ്ഞു, ഇന്ന് രാവിലെ നമ്മൾ സാറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ജുമൈല വരണം, ഇവിടുത്തെ സീനിയർ പോലീസ് ഓഫീസറാണ്, വന്ന് സാറ്റ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് സാറിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു GD ചാർജും കയറണമെന്ന് പറഞ്ഞു. ഇന്നലെ GD ചാർജ് കയറാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഈ സ്റ്റേഷനിൽ സാറ്, ഞങ്ങളുടെ ഓഫീസർമാർ ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണമാണ് തന്നിരിക്കുന്നത്. ഇത്രയും നാളും കിട്ടിയിട്ടില്ലാത്ത ഒരു സ്വീകരണം ഞങ്ങൾക്ക് ഇന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇന്ന് 8 വനിതകളാണ് ഇന്നിവിടെ ഹാജരുണ്ടായിരുന്നത്. 8 പേർക്കും നല്ല സ്വീകരണം തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇന്നത്തെ വനിതാ ദിനത്തിന് വളരെ സന്തോഷം തോന്നുന്നു. ഇനി നമ്മളെ പൊതുജനങ്ങളോട് എന്താ പറയാനുള്ളത്? പൊതുജനങ്ങളോട് പറയാൻ, ഇന്നത്തെ വനിതാ ദിനത്തിൽ ഒരു സ്ത്രീ ഇവിടെ കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു ഇന്നത്തെ വനിതാ ദിനത്തിൽ ഇന്നിവിടെ കരയാൻ പാടില്ല, ഞങ്ങൾ ഇന്നിവിടെ വനിതകൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്, നിങ്ങൾ കരയാൻ പാടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ സമാധാനമായിട്ട് അവിടോട്ട് ഇരുത്തി. അപ്പോൾ അങ്ങനെ ഇന്ന് ഒത്തിരി വനിതകൾ വന്നു. ഇന്ന് ഒത്തിരി വനിതകൾ ഇവിടെ വന്നിട്ടുണ്ട്.
എല്ലാവരോടും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ തിരക്കി പെറ്റീഷൻ നോക്കേണ്ട ഒരു പെറ്റീഷൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പാറാവിലിരിക്കുന്ന ആള് പാറാവൊക്കെ നോക്കി ഇങ്ങനെ ഞങ്ങളിങ്ങനെ ജോലി ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഈ അതിക്രമങ്ങൾ വർദ്ധിച്ചു, കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ വയസ്സായ സ്ഥിരമായിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പേരിൽ അതിക്രമം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും ഓരോ കേസെങ്കിലും കാണും. പക്ഷെ നമുക്ക് പെറ്റീഷനിൽ തീർത്ത് വിടാവുന്ന കേസുകളെ കാണത്തുള്ളൂ. ചിലവർക്ക് കേസൊന്നും ഇഷ്ടമല്ല. കേസ് വേണ്ട സാറേ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്ന് പറഞ്ഞു. ഇന്നും അങ്ങനെ ഒരു കേസാണ് വന്നത്. ഓക്കെ, താങ്ക് യു. ഹാപ്പി വുമൻസ് ഡേ. ചേച്ചിന്റെ പേരെന്താ? സന്ധ്യ. എവിടെയാ വീട്? മൈലം. മൈലം. ഇപ്പോൾ വുമൻസ് ഡേ ആയിട്ട് എന്താ പറയാനുള്ളത്? ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ താലൂക്ക് ഓഫീസിലാണ്, കൊട്ടാരക്കര. അപ്പോൾ എന്താ പറയാനുള്ളത്? ഞാൻ സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ അഭിമാനമാണ്. നമ്മളെ പൊതുജനങ്ങളോട് എന്തെങ്കിലും? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. പിന്നെ അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ എന്താ ഈ കുഞ്ഞു കുട്ടികളോടൊക്കെ ഒരു കാട്ടുന്ന ഇല്ല, അത് ബോധവൽക്കരണത്തോടെ എല്ലാം മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഫാമിലിയിലെ ഇതാ എന്ന് വെച്ചാൽ നമ്മൾ വളരുന്ന സാഹചര്യങ്ങളിൽ എല്ലാം ബോധ്യപ്പെട്ട് ജീവിക്കുന്ന പിള്ളേർക്കൊന്നും പറ്റത്തില്ല. ഇതിന് അപ്പുറത്തോട്ട് കിടക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. ഓക്കെ, ശരി. ഹാപ്പി വുമൻസ് ഡേ. വുമൻസ് ഡേ ആയിട്ട് എന്താ പറയുന്നത്? പെൺപിള്ളേർക്ക് കുറച്ചൊരു ഫ്രീഡം കൊടുക്കണം. അത് കുറവാണ് ഇവിടെ. തരുന്ന് പറയല് മാത്രമേ തരാറില്ല. ഓക്കെ, ഹാപ്പി വുമൻസ് ഡേ. ചേച്ചീൻ്റെ പേരെന്താ? എൻ്റെ പേര് മിനി. എവിടെ വീട്? വീട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ വുമൻസ് ഡേ ആയിട്ട് എന്താ പൊതുജനങ്ങളോട്, ഞങ്ങളോടല്ല എന്നാലും എന്തേലും ഉണ്ട് വുമൻസ് ഡേ ആയിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ചേച്ചിക്ക് എന്ത് വുമൻസിന് എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എന്താ ചേച്ചി ഇപ്പോൾ എന്താ മകളാണ്, അമ്മയാണ്, ഭാര്യയാണ്, ഒക്കെയാണ്. അപ്പോൾ ആ നിലയിൽ ചേച്ചി വിജയിച്ചിട്ടില്ലേ? കുഴപ്പമില്ല, അത്യാവശ്യം. ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? എനിക്ക് പാർലർ. എങ്ങനെയാ ചേച്ചി ആ ഒരു ജോലി ചെയ്യുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് നമ്മളെ കാണും. ഓക്കെ. ഇപ്പോൾ ചേച്ചീൻ്റെ മക്കളാണ് ആ രണ്ട് അതെ. ഇപ്പോൾ അമ്പലത്തിൽ തൊഴാൻ വന്നതാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല നമ്മളോട് നല്ല ഈ കുഞ്ഞു കുട്ടിയൊക്കെ ഇപ്പോൾ അതിക്രമങ്ങളാണ്. ഇന്ന് പേപ്പർ എടുത്ത് നോക്കിയാലേ ഒരു ന്യൂസെങ്കിലും ഉണ്ടാവും. നമ്മളിവിടെ തൊട്ടടുത്ത് തിരുവനന്തപുരം വരെ ഇപ്പോൾ അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സൂക്ഷിക്കുക, അതേ പറയാൻ പറ്റില്ല. ഇപ്പം ഈ വന്ന കാലത്ത് കുട്ടികളെ നല്ലതുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, താങ്ക് യു. അമ്മ, ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് സ്ത്രീകളെ ദിനം. അപ്പം അമ്മച്ചിക്ക് അമ്മച്ചി പേരെന്താ? ഓമന. എവിടെ വീട്? വീട് നീലേശ്വരം. ഈ ഹോട്ടൽ അമ്മച്ചിൻ്റെ? അതെ. അപ്പോൾ സ്ത്രീ എന്ന നിലയിൽ അമ്മയ്ക്ക് എന്താ പറയുന്നുള്ളത്? നമ്മൾ എന്ത് പറയുന്നു എല്ലാം നല്ലതായിട്ട് പോട്ടെന്ന് ചോദിക്കാം. നല്ലതായിട്ട്. അതെ. പക്ഷെ ഇപ്പോഴതൊന്നും അല്ല. ഞങ്ങളുടെ ജീവിതം അല്ല ഇപ്പം എല്ലാം നേരെ തിരിച്ചു മറിച്ച് എല്ലാം അല്ലേ. പണ്ടെങ്ങനെയായിരുന്നു? പണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ട് അച്ഛനമ്മമാരെ അമ്മാവന്മാരെയൊക്കെ നല്ല ബഹുമാനം ഒക്കെ ആയിരുന്നു. ഇപ്പം അവിടെ ബഹുമാനം. അമ്മച്ചി അമ്മയാണ്, മകളാണ്, അമ്മമ്മയാണ്. ഏത് ഇതിലാണ് അമ്മ വിജയിച്ചിട്ടുള്ളത്? ആര്? ഞാനോ? ഞാനിപ്പം അമ്മമ്മയല്ല, മുത്തശ്ശിയായി. 3 തലമുറയായി. 3 തലമുറ. അപ്പോൾ 3 തലമുറയിൽ പെട്ട അമ്മയാണ്. അതെ. ഈ തലമുറ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പണ്ടുള്ളതിനെക്കാട്ടും കൂടുതൽ ഒരു ഫ്രീഡം ഉണ്ട്, എന്നാൽ പിന്നെ അതേപോലെ അതിക്രമങ്ങളും ഉണ്ട്. അപ്പം അതിനെന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ഫ്രീഡം കൂടുന്തോറും ആണോ അതിക്രമങ്ങൾ ഉണ്ടാവുന്നത്? അതെ. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ അഴിച്ചു വിടുന്നതിനനുസരിച്ച് ഇങ്ങനെ അതിക്രമം, അങ്ങനെയാണോ അമ്മ പറയുന്നത്? അതെ. ആണ്. ഇപ്പം പണ്ട് അതിക്രമം പക്ഷേ ഇപ്പം പിള്ളേർ കേൾക്കത്തില്ല മോളെ. പറഞ്ഞാൽ രക്ഷകർത്താക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇപ്പം മക്കളെ പേടിച്ച് കഴിയണം തള്ളിയും തന്നെ. പണ്ടതല്ല. പണ്ട് പറയുന്ന ചപ്പടിക്ക് നിൽക്കും. ഇപ്പം അടിച്ചാൽ അടി കൊള്ളും നമ്മളവിടെ നിന്ന്, ഞങ്ങളുടെയൊക്കെ കാലത്ത്. പക്ഷെ ഇപ്പം അടിച്ചാൽ ഉടനെ തൂങ്ങിച്ചാവുക, ഉടനെ അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഹാപ്പി വുമൻസ് ഡേ. ചേച്ചീൻ്റെ പേരെന്താ? എൻ്റെ പേര് മിനിന. വീട് എവിടെയാ? വീട് ഇവിടെ കൊട്ടാരക്കര തന്നെ.
ഈ വുമൻസ് ഡേ ആയിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഒരു ചേച്ചി ഇപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഈ തൊഴിൽ ചെയ്യുമ്പോൾ ചേച്ചിക്ക് കൂടുതൽ സന്തോഷമാണോ? തീർച്ചയായിട്ടും സന്തോഷവും അഭിമാനവും അഭിമാനം തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ കാലമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ 7 വർഷമായി. 7-8 വർഷമായി. ഈ 7-8 വർഷം ചേച്ചി നല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണോ അത്? അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെയാണ് ചേച്ചി പഠിച്ചത്? ഡ്രൈവിംഗ് ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡ് തന്നെ എല്ലാം പഠിപ്പിച്ചത്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരാണുണ്ട്. ഉണ്ട്, തീർച്ചയായും. ചേച്ചി അതിന് ഉദാഹരണം. എൻ്റെ ഭർത്താവാണ് എൻ്റെ എല്ലാത്തിലും. ഭർത്താവിൻ്റെ പേരെന്താ? ഷാജി എന്ന പേര്. ഷാജി. ഓക്കെ, താങ്ക് യു. ഇപ്പം നമ്മൾ കണ്ടത് പല മേഖലകളിലും ജോലി ചെയ്തു വരുന്ന സ്ത്രീകളെയാണ്. അവർ എല്ലാ മേഖലയിലും വിജയിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ചിലവർക്ക് വിഷമങ്ങളുണ്ട്, ചിലവർക്ക് സന്തോഷമാണ്. എല്ലാവരും സ്ത്രീ എന്ന നിലയിൽ അഭിമാനിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് നേരെയാണ്. സ്ത്രീകളെന്നല്ല, കുട്ടികൾ മുതൽ വയസ്സായ അമ്മമാർക്ക് വരെയാണ് ഇപ്പോൾ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക, അങ്ങനെ കുറേ അവർക്ക് സ്നേഹം, ഇതൊക്കെയാണ് അവർ നമ്മളെടുത്തു നിന്ന് ആഗ്രഹിക്കുന്നത്. വേറൊരു ആൾക്കാരുടെ അടുത്ത് നിന്ന് അവർ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ അവരെ മറ്റൊരു കണ്ണിലൂടെ കണ്ടിട്ട് ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അവർക്ക് സ്നേഹമാണ് വേണ്ടത്. എല്ലാവരുടെ അടുത്തുനിന്നും അവർ ആഗ്രഹിക്കുന്നതാണ്. അവർക്ക് എവിടെ പോയാലും കുറച്ച് സ്നേഹം, കുറച്ച് റെസ്പെക്റ്റ്, അതേ അവരെ ആഗ്രഹിക്കുന്നുള്ളൂ. അത് എല്ലാവരും കൊടുക്കുക. അതുപോലെ ഈ ഒരു ദിവസം വേണ്ട അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും. ഈ 365 ദിവസം, ഒരു കൊല്ലം മൊത്തം നമുക്ക് അവരെ സ്നേഹിക്കുക. കാരണം നമ്മളും ഇനിയിപ്പോൾ ഞാനടക്കമുള്ളവർ നാളത്തെ ഒരു ഇതിൽ ചിലപ്പോൾ ഭാര്യയാവാം, അമ്മയാവാം, അങ്ങനെ പല ഘട്ടങ്ങളിലും നമ്മൾ കടന്നുകൊണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് നമ്മളും ആഗ്രഹിക്കുക ആ കാലഘട്ടത്തിൽ ഇതാണ്. ഇന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നാളെ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം. എല്ലാ സ്ത്രീകൾക്കും കൊട്ടാരക്കര മീഡിയയുടെ ഹാപ്പി വുമൻസ് ഡേ. ക്യാമറാമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.